This is Dermapen. This is a good machine for rejuvenation and also for post-inflammatory pigmentation like the here. And we will start. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ റോൾസ്ലി. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കിൻ കെയറിനെ കുറിച്ചാണ്. എൻ്റെ സ്കിന്നിന് കുറച്ച് പ്രോബ്ലംസ് കഴിഞ്ഞൊരു മാസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മുഖത്ത് പ്രത്യേകിച്ച് മേക്കപ്സ് ഒന്നും ഇട്ടിട്ടില്ല. ഒരു മോയ്സ്ചറൈസറും സൺബ്ലോക്ക് ക്രീമും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പം സ്കിൻ ഞാൻ ക്ലോസ് വ്യൂ കാണിക്കാം. എനിക്ക് കുറച്ച് പിമ്പിൾസ്, അഗ്നി പിമ്പിൾസ് വന്നതിൻ്റെ മാർക്ക്, ഈ ഇഷ്യൂസൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് കുറച്ച് മുമ്പ് ഇല്ലായിരുന്നത്, ഈ ഇടയ്ക്ക് തുടങ്ങിയാണ്. അപ്പം ഇന്ന് ഞാൻ ഡോക്ടറിനെ കാണുമ്പം ഇത് എന്താണ് ചെയ്യേണ്ടത്, ഏത് ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് ആവശ്യമുള്ളതെന്ന് ഡിസ്കസ് ചെയ്യും. ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് 2 ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. PRP അല്ലെങ്കിൽ ഡെർമാപെൻ. PRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ബ്ലഡ് എടുത്തിട്ട് ബ്ലഡ് പ്ലാസ്മയായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ആ പ്ലാസ്മ നമ്മുടെ മുഖത്ത് ഇഞ്ചെക്ട് ചെയ്യുന്നതാണ് PRP. ഈ കഷണ്ടിക്കൊക്കെ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റും PRP തന്നെയാണ്. ഈ പ്ലാസ്മ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് നമ്മൾ പറയുന്നത്. എത്രത്തോളം സക്സസ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ PRP എൻ്റെ ഫേസ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരു 6 മാസം മുൻപ്. എൻ്റെ ഒരു പഴയ വീഡിയോ ഉണ്ട്, കഴിഞ്ഞ ഓണത്തിനെടുത്ത മത്തങ്ങ പായസത്തിൻ്റെ ഒരു റെസിപ്പി വീഡിയോ. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ആ സമയത്ത് എൻ്റെ സ്കിൻ എത്ര റീഫ്രഷിങ്ങും ഫ്രഷ് ആയിട്ടുള്ളതായിരുന്നു എന്ന്. അത്രമാത്രം പാടുകളും ഇഷ്യൂസും ഒന്നും ഇല്ലായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറിനോടൊന്ന് സജസ്റ്റ് ചെയ്യുന്നത് ഡെർമാപെൻ, അതിൻ്റെ വേറൊരു പേരാണ് വാമ്പയർ ഫേഷ്യൽ. എന്തുകൊണ്ടാണ് അതിനെ വാമ്പയർ ഫേഷ്യൽ എന്ന് വിളിക്കുന്നത് സപ്പോസ് ഇന്ന് ഞാൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ സ്കിൻ കെയറും ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വാമ്പയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് മെയിൻലി ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ തന്നെയാണ്. ഇങ്ങനത്തെ പിമ്പിൾസ് മാർക്ക്, പിമ്പിൾസ് വന്നിട്ടുണ്ടാകുന്ന ഡീപ്പ് കുഴികളുണ്ടല്ലോ, അതെല്ലാം നികത്താൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റാണ്. അപ്പം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ലേഡീസിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തൊന്നുമല്ല, ഇത് എല്ലാവർക്കും മെയിൽസിന് യൂസ് ചെയ്യാവുന്നതാണ്. സ്കിൻ കെയർ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വെളിയിൽ പോകുമ്പോൾ ഇൻ കേസ് നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ സൺബ്ലോക്ക് യൂസ് ചെയ്യണം. സണ്ണ് ഒത്തിരി ഈ സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിനെ ഒത്തിരി മാത്രം അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് സൺബ്ലോക്ക് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും കാറിലാണ് ഷെയ്ഡുണ്ട്, പക്ഷേ എങ്കിലും അൾട്രാ വയലറ്റ് റേസ് നമ്മുടെ സ്കിന്നിൽ അടിക്കാനും ഇത് സ്കിന്നെ അഫക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രശ്നമാകും. അപ്പം SPF അറ്റ്ലീസ്റ്റ് 30 എബോവ് ഉള്ള സൺബ്ലോക്ക് ക്രീംസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത് ജസ്റ്റ് ഞാൻ ഇതിനകത്ത് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി. ഓക്കെ. അപ്പം ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്കറിയത്തില്ല എനിക്കിവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന്, അവർ അലോ ചെയ്യുമോ എന്നൊന്നും അറിയത്തില്ല. നോക്കാം എന്തൊക്കെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ നോക്കാം. അതിനനുസരിച്ച് നമുക്ക് പ്രോഗ്രസ് കാണുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ വീട്ടിലിരുന്നിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ലൈറ്റിൻ്റെ അണ്ടറിലാണ്. അപ്പം നിങ്ങൾക്ക് ഫേസ് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ എടുത്തത്. ഇനി വരുന്ന ഓരോ പ്രോഗ്രസ്സും നമുക്ക് ഓരോ ദിവസവും എത്രമാത്രം ഇമ്പ്രൂവ് ആയി എന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ. ഞാനിപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിലെ ബിൽഡിങ്ങിലാണ് ഉള്ളത്. ഇവിടെ പാർക്കിംഗ് ഒക്കെ കുറച്ച് പ്രശ്നമായത് കാരണം കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ അപ്പോയിൻമെൻറ്റ് ടൈമൊക്കെ ഇച്ചിരി ലേറ്റായിപ്പോയി. നമുക്ക് അകത്തേക്ക് പോകാം. അകത്തേക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഞാനൊന്ന് അവരോട്. ഓക്കെ, അകത്തേക്ക്. ഇതാണ് നമ്മൾ പോകുന്ന ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം കയറുവാണ്. ഈ ബിൽഡിങ്ങിനുള്ളിലാണ് ഹോസ്പിറ്റലുള്ളത്. അവരുടെ പെർമിഷൻ എടുക്കാതെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഐ ഹാവ് ടു ടേക്ക് ദ പെർമിഷൻ ഫസ്റ്റ്. ഇതാണ് ഹോസ്പിറ്റൽ. ഇപ്പോൾ ഇവിടെ വെയിറ്റിങ്ങിലിരിക്കുകയാണ്. ഡോക്ടർ റെഡി ആകുമ്പം വിളിക്കും.
ഡോക്ടറിനെ ഞാൻ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ സജസ്റ്റ് ചെയ്തത് 2 ട്രീറ്റ്മെൻ്റ് ആണ്. 2 പാക്കേജ് ഡീലാണത്. ഫസ്റ്റ് ഡെർമാപ്പെൻ എന്ന് പറയും, പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലാസ്മ തെറാപ്പിയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു വൈറ്റനിങ് മാസ്കും അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഡെർമാപ്പെൻ, PRP പ്ലസ് വൈറ്റനിങ് മാസ്ക് ആണ്. ഈ ലൈറ്റിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ കാണാൻ പറ്റും. നല്ല മാർക്സ് എല്ലാം ഉണ്ട്. അപ്പം ഡോക്ടറിനോട് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് വീഡിയോ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത്. അത് റെക്കോർഡ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിയാൽ ബഹ്റിൻ്റെ നല്ലൊരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതുകൂടെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പം ഇതാണ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ഏരിയ. ഇതാണ് നമ്മുടെ നേഴ്സ്, എൻ്റെ ഫ്രണ്ടാണ്, സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഇതിപ്പം ബ്ലഡ് എടുക്കുകയാണ് പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. ഞാനിവിടെ അനസ്തീഷ്യ ക്രീമൊക്കെ ഇട്ടിട്ട് കിടക്കുകയാണ്. ഫേസൊക്കെ നമ്പാകാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം ട്രീറ്റ്മെൻറ്റ് പെയിൻഫുൾ ആകത്തില്ല. ഇട്ടിട്ട് കുറച്ച് നേരമായി ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇതിപ്പം കുറച്ച് സമയമെടുക്കും ഇത് ആക്റ്റീവ് ആകാൻ വേണ്ടി. അപ്പം ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇതിട്ടിട്ട് കുറച്ചൊക്കെ എനിക്ക് നംനെസ് ഫീൽ ചെയ്യുന്നുണ്ട് സൈഡിലെല്ലാം. ഇതാണ് നമ്മുടെ ബ്ലഡ് എക്സ്ട്രാക്ട് ചെയ്തത് പ്ലാസ്മയായിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഈ പ്ലാസ്മ ആയിരിക്കും ഇനിയിപ്പം ഇൻജെക്ട് ചെയ്യാൻ പോകുന്നത് ഫേസിൽ. ഡെർമാപ്പെനിൻ്റെ നീഡില്, ഇതെൻ്റെ മെഷീനാണ്. ഇപ്പം നമ്മുടെ നേഴ്സ് വരുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. ഡെർമാപ്പെൻ എന്ന് പറയുന്നത് ലൈക്ക് ഒരു പെന്നാണ്. ഈ പെന്നിൻ്റെ ഉള്ളിൽ ലുക്ക് ലൈക്ക് പെന്നാണ്. പെന്നിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ നീഡിൽ കണക്ട് ചെയ്യും. ഈ നീഡിൽ 42 നീഡിൽസ് ഉണ്ട്. ഇത് വെച്ചിട്ടാണ് ചേച്ചിയുടെ ഫേസിൽ ഡെർമാപ്പെൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ മെഷീൻ്റെ അടുത്ത് കണക്ട് ചെയ്യും. ഇത് മെഷീൻ്റെ അടുത്ത് കണക്ട് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പ്ലാസ്മ ഇൻജെക്ട് ചെയ്യും. ഓക്കെ, മാസ്കോ വൈറ്റനിങ് മാസ്ക് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ലാസ്റ്റ് 15 മിനിറ്റ്സ് മാസ്ക് ചേച്ചിയുടെ ഫേസിൽ. ഡോക്ടർ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡോക്ടർ. വളരെ എക്സ്പേർട്ടാണ് ഈ ഫീൽഡിൽ. ഇത് ഞാൻ സ്ഥിരമായിട്ട് വരുന്നൊരു ഹോസ്പിറ്റലാണ്. ഗുഡ് മോർണിംഗ്. This is Dermapen. This is a good machine for rejuvenation and also for post-inflammatory pigmentation like this we have. And we will start. What's the tips that we can use it? It's better for face, for starting from it's appear now or not, from 1 to 1.5. This is of good result. We can start by 1.25 depth of the needle here in the navel. Okay. And we can start. What we will put now, this is a plasma or what called PRP. We can start. We do it in a line in one direction. See, I do like that and move on, like that and move on, like that and move on. You can build this machine and then you can do like this. How many times I do like that? 6 times. And you do that. And then vertical also
against the gravity. When you up from down, up, down, up, down, up. Exercise. Close my door. You can use a 0.5 to change the depth, and then must stretch anything like this, and also in the ceiling, like up, from down to up, from down and up to stretch, and the skin have to do lifting against the gravity. See, and also the same depth we can use it on the eye. Open your eyes. It's so nice for fine wrinkles under the eye. And also for more. This is the end for your face. അപ്പം നമ്മുടെ വാമ്പയർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വാമ്പയർ ട്രീറ്റ്മെൻറ്റ് ഡെർമാപെൻ ട്രീറ്റ്മെൻറ്റ് വിത്ത് പ്ലാസ്മയാണ് ചെയ്തത്. പ്ലാസ്മയായിരുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഇൻജെക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, സൊല്യൂഷൻ ഒഴിച്ചുകൊണ്ടിരുന്നത്. റിമൈനിങ് ആയിട്ടുള്ള പ്ലാസ്മ അവർ ഇൻജെക്റ്റ് ചെയ്തിട്ടുണ്ട് ഫേസിൽ. എന്നൊരു നല്ല ഗുഡ് റിസൾട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും ഇതിൻ്റെ മുകളിൽ വൈറ്റനിങ് മാസ്ക് ആയിരിക്കും അവർ അപ്ലൈ ചെയ്യുന്നത്. ഇതിപ്പം വൈറ്റനിങ് മാസ്ക് ആണ് ഇടുന്നത്. വൈറ്റനിങ് മാസ്ക് ആണ് ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ വൈറ്റനിങ് മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. 15 മിനിറ്റ് ഞാനിങ്ങനെ ഇരിക്കണം. എന്നോട് ചിരിക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റ്. ഈ ട്രീറ്റ്മെൻറ്റ് ഏകദേശം ഒരാഴ്ചയെങ്കിലും എടുക്കുമെന്ന് തോന്നുന്നു എൻ്റെ കറക്റ്റ് റിസൾട്ട് അറിയാൻ വേണ്ടി. ഇന്ന് ജിമ്മിൽ പോകാൻ പാടില്ല, 2 ദിവസത്തേക്ക് ജിമ്മിൽ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സ്കിൻ ഓൾറെഡി ഓപ്പൺ ആണ്, ഇൻഫെക്ഷൻ ആകാൻ വളരെ ചാൻസ് ഉണ്ട്. ഇതിപ്പം ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഫ്യൂസിലിൻ്റെ ഓയിൽമെൻറ്റ് ഇതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യേണ്ടി വരും, ഇൻഫെക്ഷൻസ് ഒന്നും ആകാതിരിക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ ചിരിക്കുന്നില്ല. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പം ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. എനിക്ക് മുഖം വാഷ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഒരു 4 മണിക്കൂറത്തേക്ക് ഫേസ് ക്ലീൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുഖത്തിലൊരു ക്ലോസ് വ്യൂ ഇപ്പം ഞാൻ കാണിക്കാം. കുറച്ച് പാടുകളൊക്കെ ഉണ്ട്. ഒരാഴ്ചത്തേക്ക് പിമ്പിൾസൊക്കെ വീണ്ടും ഉണ്ടാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇത് ഇമ്പ്രൂവ് ആകും. റെഡ്നെസ്സും സ്വെല്ലിങ്ങും ഒക്കെ കാണും. ഒരു 4 മണിക്കൂർ കഴിയുമ്പം ജസ്റ്റ് കുടിക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് വാഷ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓയിൻമെൻ്റ് ഉണ്ട്, ആൻറ്റിബയോട്ടിക്കിൻ്റെ ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതാണ് ഇത്രയും നേരമുള്ള പ്രോഗ്രസ്. ഇനിയും ഈവനിങ്ങിൽ എങ്ങനെയാണ് കണ്ടീഷൻ എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഈവനിങ്ങിൽ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഹായ്. ഇന്ന് ഇപ്പോൾ ഇവിടെ സമയം രാത്രി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടൊരു 5-6 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ 4 മണിക്കൂർ കഴിഞ്ഞപ്പം ഫേസൊക്കെ വാഷ് ചെയ്തു. കുടിക്കുന്ന വെള്ളം ഉപയോഗിച്ചാണ് വാഷ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഫ്യൂസിലിൻ്റെ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം സ്കിന്നൊക്കെ നല്ല റെഡിഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നല്ല റെഡ് മാർക്ക് കാണാൻ പറ്റും.
ഇത് റിക്കവർ ആകാൻ സമയമെടുക്കും. അപ്പം ഇന്നത്തെ പ്രോഗ്രസ് ഇത്രയാണ്. പ്രൊസീജിയർ ചെയ്തപ്പം കാര്യമായിട്ട് വലിയ വേദനയൊന്നുമില്ലായിരുന്നു. പക്ഷേ PRPയുടെ ഇഞ്ചക്ഷൻ ചെയ്തപ്പം വേദന ഉണ്ടായിരുന്നു. ഇപ്പം ചെറുതായിട്ടൊരു നീറ്റലൊരു ബേണിംഗ് സെൻസേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു പനഡോളിൻ്റെ ടാബ്ലറ്റ് എടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ വേദന തോന്നുന്നുണ്ടെങ്കിൽ എന്ന്. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇതിൻ്റെ പാർട്ട് 1 ആയിരിക്കും. പാർട്ട് 2 വീഡിയോ ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒന്നുകൂടെ ചെയ്യും. അതിൽ ഓരോ ദിവസത്തെ പ്രോഗ്രസ് ഞാൻ കാണിക്കാം, പ്ലസ് ഫൈനൽ റിസൾട്ടും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വരുന്ന വീഡിയോസ് നിങ്ങൾക്കെല്ലാം അപ്പം കാണാൻ പറ്റും, നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ വീഡിയോ ഇടുന്നുണ്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം നമുക്കെല്ലാവർക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ട് 2 വീഡിയോസ് ഞാൻ ഇടുമ്പോൾ എല്ലാവരും കാണണം. അപ്പം ഇത്രയും നേരം ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.